ഗോബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? കുറച്ച് ചില്ലി ചിക്കൻ നമ്മിന്ന് ഉണ്ടാക്കാൻ പോണേ. ഞാനല്ല, ഗോഡ്സൺ ഉണ്ടാക്കാൻ പോണത്. നമ്മ എന്താ ചെയ്യാന്ന് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള ഒരു ടാസ്ക് ഉണ്ട് മനസ്സിലായി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സാധനം ഉണ്ടാക്കാൻ പോണേ. അതിന് ഇന്ന് പഠിക്കുകയും ചെയ്യും. ഞാൻ പഠിക്കും എല്ലാം പഠിക്കും. ഗോഡ്സൺ ഉണ്ടാക്കി തന്ന കാര്യമല്ല നമ്മ പഠിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ പോലെ നമുക്കപ്പോ വീഡിയോയുടെ എല്ലാവർക്കും പോകാം. കമോൺ, ഉണ്ടാക്കാൻ പോണല്ലേ ഗോഡ്സാ? അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. കമോൺ. ദേ നമുക്ക് ക്യാപ്സിക്കം വന്നിട്ടുണ്ട്, കുരുമുളക് പൊടി വന്നിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? അത് കോൺഫ്ലവർ, ഉപ്പ്, ദേ ഇത് ചില്ലി സോസ്, ഇതെന്ത് സാധനം? സോയാ സോസ്. പിന്നെ അതെ ഒരു പാത്രം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചിക്കൻ അല്ലേ ഓട്സാ? അതെ. അപ്പോൾ നമുക്ക് സാധനം ആദ്യം മാരിനേറ്റ് ചെയ്ത് നോക്കാം. അതിനപ്പോൾ നമ്മൾ ആ ചിക്കൻ അങ്ങനെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് മാറ്റണേ. ഓക്കെ, എന്നിട്ട് അതിട്ട് ആവശ്യത്തിന് ഉപ്പ് അത് നമുക്ക് ഒരു കൈയളവാണ്. പിന്നെ കോൺഫ്ലവർ അത്യാവശ്യം വേണം, എന്നാലേ ഇത്തിരി ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കണ്ടേ. അങ്ങനെ കട്ടിക്കുമ്പോൾ നല്ല ജില്ലിരിക്കണം. എല്ലാം ചെയ്തിട്ടും അലന് നോമ്പാ. കുരുമുളക് പൊടി അത് ഞാൻ ഇതിൽ ഇങ്ങനെ പൊടിയായിട്ട് എടുത്തല്ല, ഞാൻ കുറച്ച് ക്രഷാക്കി എടുത്താം. അതും കൂടി ആഡ് ചെയ്ത് അതിനുശേഷം ഇത് നോക്കിക്കളെ. ഇത് തുറക്കാൻ വേണ്ടി നമുക്ക് തുറന്ന് വന്ന് കുറച്ച് സോയാ സോസ്, പിന്നെ അതിൻ്റെ ഒരു കളറുണ്ട്, പിന്നെ ചില്ലി സോസ്. ഓക്കെ, ഇത്രയും ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് പുരട്ടി വെക്കണം. ഇത് നല്ലോണം പുരട്ടിയിട്ടൊരു അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കണം. പക്ഷെ നമുക്കിനി അതിനുള്ള സമയമില്ല. അപ്പൊ നമുക്ക് ഇനി ഗ്രേവിക്കുള്ള സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, സവാള. അപ്പൊ നമുക്ക് പറഞ്ഞോ. അപ്പോൾ നമ്മളിതെല്ലാം ഇനി അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വെളുത്തുള്ളി നമ്മൾ എടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, അത് ഇതിന് കുരുകുരാന്നില്ല. അപ്പൊ ഗായ്സ്, അപ്പൊ ഗോഡ്സൺ എടുത്തത് മുളക് അരിയണയാണ്. ഗോഡ്സൺ ചെറുതായിട്ടൊക്കെ അരിയട്ടാ. അപ്പൊ അടുത്തത് റെഡ് ക്യാപ്സിക്കമാണ് എടുക്കുന്നത്. ക്യാപ്സിക്കത്തില്ല, നമുക്ക് തീരെ തന്നെ ആവശ്യമില്ല. എന്താ ചെയ്യുന്നത്? വേണ്ടല്ലേ? അത് വേണ്ട, ഇത് കളയാ. എല്ലാം ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓ വേണ്ട, ഇതിനൊക്കെയല്ലേ ചെയ്ത് പിടിക്കണ്ടത്. നല്ല റെഡ് കുറച്ച് വാടിപ്പോയി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്സിക്കം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തോടെ ഞാൻ മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, അപ്പടുത്തത് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്യാൻ വേണ്ടി പോകാം. നമുക്ക്
ഒരു ബൾബ് മാറ്റി വെക്കാം. അത് നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്യാം. ഇത് ഗാർണിഷിനായിട്ടുള്ളത് നമുക്ക് വയ്യ അരിഞ്ഞു വെക്കാം. അപ്പോൾ കഴിച്ചേ എത്ര സാധനങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അല നമ്മൾ പഠിപ്പിക്കണല്ലേ. അപ്പോൾ അതെ സവാള അരിയാണ്ട് അലന് കൊടുക്കണേ എന്നാ താങ്ക് യു. അലൻ്റെ അരിയൽ കാണാൻ നമുക്ക്. നമുക്ക് അരിയ സവാള അരിയ ആദ്യം ഇങ്ങനെ അരിഞ്ഞ് ഇത്തിരി വലുതാക്കി അരിക്കും. ഇത് പണി കിട്ടിയല്ലേ കൈസ്. അത് കുഴപ്പമില്ല, തുടക്കത്തിൻ്റെ അല്ലേ. കമോൺ യെസ്. അതിന് കഴിച്ചേ അലൻ സവാള അരിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ സാധനം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അടർത്തി വരണം. അല്ല ഒന്നുകൂടി ഈ പാത്രം വെക്കാൻ വേണ്ടി. അപ്പൊ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുക്കിങ്ങിലോട്ടാണ് പോണത്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ പാനൊന്ന് ചൂടാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചെറുതായിട്ട് ചൂടാണ്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചിക്കൻ ഫ്രൈ ആക്കാനായിട്ടുള്ള. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ പുരട്ടി വെച്ച് ചിക്കൻ ഇടാം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി നോക്കാം. ഞാൻ ട്രൈ ചെയ്യണം. പുരട്ടി വെച്ച് ചിക്കൻ കയ്യൊന്നും കൊള്ളിക്കല്ലേട്ടാ. കയ്യാ കൊള്ളാൻ എൻ്റെ അപ്പൊ ഗായ്സ് ആദ്യത്തെ സെറ്റിന്റെ സംഭവം തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത സാധനം അത് കോരി മാറ്റാണ്ടി പോണിപ്പോ. ആദ്യത്തെ സെറ്റ് നോക്കാനാണ് മാറ്റാം. അത് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഇടാണ്ടി പോണുണ്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് സെറ്റാണിത്. ഇത് കഴിഞ്ഞാൽ സംഭവം തീർന്നു. ഇതിനും കൂടി ഒന്ന് ആവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റ് കോരി കഴിഞ്ഞ് ഇവിടെ സെറ്റായിട്ടിരിക്കണം. അവിടെ രണ്ടാമത്തെ സെറ്റ് ആയിട്ട് സംഭവം എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മെയിൻ സംഭവത്തിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി പോണത്. നമ്മളിത് കറിയാക്കാൻ പോകും. അപ്പോൾ ഇനി പടാപട്ടായിരിക്കും കാര്യങ്ങൾ. അത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ എണ്ണയിലോട്ട് ചിക്കൻ വറുത്ത തന്നെയാണ് ഞാൻ എടുത്തത്. അത് കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആ പച്ചമുളക് അത് നേരെ അതിൻ്റെ അകത്തോട്ട് വരണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിൽ നമ്മൾ സവാളയും ക്യാപ്സിക്കം ഇടുക. വേറെ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ സവാള ക്യാപ്സിക്കം
സോസ്. അതിന് മുമ്പേ നമുക്ക് മറ്റേ ഉള്ളിത്തള്ള അരിഞ്ഞാണത് അതുകൊണ്ട് നല്ല ആയിരുന്നു. സോസ് ചെയ്തിട്ട് അത് നോക്കാം. ക്യാപ്സിക്കം കൂടി ആഡ് കൊടുക്കാം. അമ്പോ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി കളർഫുള്ളായിട്ട് തോന്നുന്നല്ലോ നമുക്ക്. പച്ച മഞ്ഞയും ചുവപ്പും എല്ലാം കൂടി കിടക്കുന്നത് നല്ല കിണ്ണം കളറ്. ചെറുതായിട്ടൊന്ന് വാടി മതി. നമുക്കപ്പോൾ ഇത് ഒരു ഈ ഒരു ലെവൽ മാത്രം വാടിയാൽ മതി. അത് ഇതിനകത്തോണ്ട് ഇങ്ങനെ നോക്കി സോയാ സോസ് ചേർത്ത് കൊടുക്കണം. സോയാ സോസ് ആവശ്യത്തിന്, ചില്ലി സോസ്, അത് രണ്ടും ഏകദേശം സെയിം അളവിലാണ്. പിന്നെ നമ്മൾ കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ആകുക. നല്ല ഒരു സ്മെല്ല് വന്നിട്ട് ഇപ്പോൾ ആ സോയാ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചെടുത്തതിൻ്റെ സ്മെല്ലാണ് തോന്നുന്നു. കൊള്ളാം. ചൂടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അടുത്തത് കോൺഫ്ലവറിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. കോൺഫ്ലവറും കൂടെ കലക്കി വെച്ചേക്കാൻ കൂടി അതൊരു പയ്യെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് തിക്നെസ് കൂടാൻ വേണ്ടിയല്ലോ. മറ്റേ കുറുക്കൊലി പോലെ. ഓക്കെ സ്റ്റാർട്ട്. ഡെക്കറേഷൻ ആണോ ഓടിച്ചത്? അത് ലാസ്റ്റ്. ഇത് എന്ത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി? കുരുമുളക് പൊടിയല്ലേ? കണ്ടു പഠിക്കി. ഇനി പയ്യനത് നോക്കാം. ചിക്കൻ ആഡ് ചെയ്യാം. എൻ്റെ പൊന്ന് സാറേ സ്മെല്ല് തന്നെയുണ്ട് കൊച്ചാ. ഇങ്ങനെ നോമ്പായോണ്ട് ഞാൻ അത്രക്ക് അടുക്കാനുള്ള കടയായി. അതിന് ഞാൻ ചിക്കനിടാൻ കുറച്ച് ഗ്രേവി മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗ്രേവി. അതിനകത്ത് മതി. ഇതാണ് ഗ്രേവി. സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഗോഡ്സ് എന്തേ സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ടല്ല. അത് നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഇതാന്ന് ചെയ്തിട്ട് നമ്മൾ ഇത് കുറച്ച് വെള്ളമില്ല നമുക്കിപ്പോൾ ജസ്റ്റ് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഗതം.
നമുക്ക് ഇതെന്റെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കറി ചെയ്തെടുക്കാം. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അലന്ന് പോകുമ്പോണ്ട് അലന്റെ കറി. അതന്നെ. എനിക്ക് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം കഴിക്കാൻ അതെ എന്നാ അപ്പൊ കുറച്ച് നീ അതൊരിച്ചു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനുണ്ടോ കൊള്ളാം, അടിപൊളിയാ. ഒരു സ്വീറ്റ്നെസ്സും എല്ലാം ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞോ സത്യം പറയാല കൊള്ളാം. എന്നുവെച്ചാൽ എൻ്റെ ചിക്കൻ കൂടി ഇട്ടപ്പോൾ കുറച്ചുകൂടി ബാലൻസ് ആയി. എനിക്ക് ഈ സാധനം ഉള്ളതാണ് ചിക്കനെ വരെ ഈ സാധനം എടുത്തുക. ചിക്കൻ കൂടി ഇടുമ്പോൾ നമുക്ക് കുറച്ച് ബാലൻസ് ആയിട്ട് വരുള്ളൂ. പക്ഷെ ഇപ്പം നോമ്പായതുകൊണ്ട് കഴിച്ചത് അത് വൈൻഡപ്പ് ചെയ്തല്ലോ. അല്ല അടിക്ക് കഴിച്ചു തീർക്കണം. ഈ സാധനം കഴിച്ചു തീർക്കട്ടെ. കൊള്ളാം, ഉണ്ടാക്കിയേക്കാണത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പം നമ്മൾ ഇതിവിടെ എൻഡ് ചെയ്യണേ. ഇപ്പോൾ സമയം ഒരുപാടായി. അങ്ങനെ ഇനി ഇതുകൂടി കഴിച്ചു തീർക്കാനുള്ള. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ എൻ്റെ ആക്കിയാണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നാണ് പറഞ്ഞത്. പറഞ്ഞിടത്ത് വെള്ളേക്കൻ അടിച്ച് പൊട്ടിക്കുക. അല്ല ഓക്കെ ബൈ. അല്ല അല്ല പഠിച്ചായിരുന്നോ എന്ത് സാധനം? ഇത് പഠിച്ച് സംഭവം പഠിച്ച് ഇനി അടുത്ത കുക്കിംഗ് ചെയ്യാൻ പോണെങ്കിൽ അടുത്തത് അലൻ്റെ വകയാണ് അടുത്തത്. ഓടെ. അപ്പോൾ ഓക്കെ ബൈ.